നമ്മൾ സ്വാതി തിരുനാളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മികച്ചൊരു ഭരണാധികാരി എന്നതിനപ്പുറത്തേക്ക് ഒരു നീതിന്യായ വിദഗ്ധൻ കൂടിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യത്ത് ഉള്ളവർക്ക്, അദ്ദേഹത്തിന്റെ ആ പ്രൊവിൻസിലുള്ളവർക്ക് ഇംഗ്ലീഷ് ഭാഷ വൃത്തിയായി കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇങ്ങോട്ട് എത്തിച്ച ഒരു ആൾ കൂടിയായിരുന്നു സ്വാതി തിരുനാൾ മഹാരാജാവ്. അതും നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു വസ്തുതയാണ് അല്ലേ? അപ്പം ശരിക്കും ഒത്തിരി അധികം ഗവൺമെന്റ് റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട്. 16 വർഷമേ അദ്ദേഹം ഭരിച്ചുള്ളൂ എങ്കിലും ഇത്രയും മനോഹരമായിട്ട് 16 വയസ്സ് മുതൽ 33 വയസ്സ് വരെ 17 വർഷം അതെ ഭരിച്ചുള്ളൂ എങ്കിലും ഇത്രയും മനോഹരമായ റിഫോംസ് അദ്ദേഹം. ഒരു 16 വയസ്സുകാരന്റെ പക്വതയില്ലായ്മ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയെങ്കിൽ അതിനൊക്കെ വളരെ വിപരീതമായിരുന്നു അദ്ദേഹം. അതെ ഇദ്ദേഹം ആദ്യമായി നിയമിച്ച പ്രൈം മിനിസ്റ്റർ ശ്രീ സുബ്ബറാവു അദ്ദേഹം ഒരു ഭൂമി ഇടപാടിനെ കുറിച്ച് ഒരു പാർട്ടിയോട് അദ്ദേഹം കൂടുതൽ ഇത് കാണിച്ചു, ഫേവറിറ്റിസം കാണിച്ചു എന്ന പേരിൽ ആ സുബ്ബറാവുവിനെ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ദിവാനെ അദ്ദേഹം പറഞ്ഞയക്കുകയുണ്ടായി. അത്രയ്ക്ക് ആന്റി കറപ്ഷൻ ആയിരുന്നു സ്വാതി തിരുനാൾ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മികച്ചൊരു ഭരണാധികാരി എന്നുള്ള രീതിയിലും വലിയ പേരെടുത്തത് അല്ലേ? നമുക്ക് അടുത്ത സെഗ്മെന്റ് അല്ലേ? അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, ഇന്ന് എൻ്റെ ഒരു സംശയം എന്താ വെച്ചാൽ ഈ എല്ലാ ഒരു ശുഭകാര്യങ്ങൾക്കും മുഹൂർത്തം നോക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതായത് ഇപ്പോൾ ഒരു വിവാഹമാണെങ്കിലും ഒരു പുതിയ ജോലിക്ക് കയറുന്നതാണെങ്കിലും അങ്ങനെ എന്ത് കർമ്മത്തിന് മുൻപും ശുഭമുഹൂർത്തം നോക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? അങ്ങനെ നോക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് ലഭിക്കുന്നത്? അത്തരം കാര്യങ്ങളൊന്ന് പറയാം. നമ്മൾ പല എപ്പിസോഡുകളിലും പറഞ്ഞു പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ മുഹൂർത്തം നോക്കുന്നതിന് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. മുഹൂർത്തത്തിൻ്റെ ഒരു പ്രാധാന്യം, ഒരു മുഹൂർത്തം നോക്കുമ്പോൾ അഷ്ടമത്തിൽ ഗ്രഹം ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത് കെട്ടി ഉരുട്ടി പോകരുത്. കെട്ടി ഉരുട്ടി പോകരുതെന്ന് പറഞ്ഞാൽ ചരരാശിയിൽ കെട്ടരുത്, സ്ഥിരരാശിയിൽ ഉരുട്ടരുത് എന്ന് പറഞ്ഞാൽ ബലിയിടരുത്, ഉഭയരാശിയിൽ യാത്ര പോകരുത്. ഇതാണ് കെട്ടി ഉരുട്ടി പോകരുത് എന്നുള്ളതിൻ്റെ പ്രമാണം. അപ്പോൾ ഇന്നത്തെ പല ആചാര്യന്മാരും ഈ സമ്പ്രദായങ്ങളെല്ലാം പാടെ വിസ്മരിച്ചിട്ടാണ് ഇപ്പോൾ മുഹൂർത്തം എല്ലാം കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ മുഹൂർത്തം 3 പ്രാവശ്യം മാറ്റി എഴുതിയപ്പോൾ അത് മൂത്രമായി മാറി എന്ന് കളിയാക്കുന്നതിന് തുല്യമാണ് ഇന്നത്തെ അവസ്ഥകൾ. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ ദിനമധ്യം അഭിജിത്ത് എന്ന് പറയുന്ന ആരുടെ കുബുദ്ധിയിൽ ഉദിച്ച ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിനമധ്യം അഭിജിത്ത്. അപ്പോൾ ദിനമധ്യം അഭിജിത്ത് എന്ന് പറയുമ്പോൾ തന്നെ പല മിടുക്കന്മാരും 12 മണി മുതൽ 12:30 വരെയാണ് ഈ മുഹൂർത്തം തന്നെ കുറിക്കുന്നത്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, 6:20 ഉദയമെങ്കിൽ അതിൻ്റെ ദിനമധ്യം തുടങ്ങുന്നത് 12:20 അപ്പോൾ അവിടെ തന്നെ ഈ പ്രയോഗം തെറ്റി, കുറിക്കുന്നതിൻ്റെ പ്രയോഗം തെറ്റി. പിന്നെ അതിൽ സംഭവിക്കുന്ന വേറൊരു അബദ്ധം, ഈ ദിനമധ്യത്തിലെടുക്കുമ്പോൾ, അതായത് പൂർവികാചാര്യന്മാർ അഭിജിത്ത് മുഹൂർത്തമാണ് നിഷ്കർഷിച്ചിരുന്നത്. അഭിജിത്ത് നമ്മൾ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്. അഭിജിത്ത് എന്ന് പറയുന്നത് ഉത്രാടത്തിനും തിരുവോണത്തിനും ഇടയിലുള്ള വിഷഘടിക എന്ന് പറയുന്ന 4 നാഴിക, അതായത് 1.5 മണിക്കൂർ സമയമാണ് യഥാർത്ഥ അഭിജിത്ത് മുഹൂർത്തം. ഈ അഭിജിത്ത് മുഹൂർത്തം നിലനിന്നിരുന്നത് കൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ പുലർകാലേ വിവാഹം നടന്നിരുന്നു, പാതിരാത്രിക്ക് വിവാഹം നടന്നിരുന്നു, സന്ധ്യയ്ക്ക് ശേഷം വിവാഹം നടന്നിരുന്നു, ഉച്ചയ്ക്ക് ശേഷം വിവാഹം നടന്നിരുന്നു. അങ്ങനെ പൂർവ്വകാലങ്ങളിൽ അഭിജിത്ത് മുഹൂർത്തം കൈകാര്യം ചെയ്തിരുന്ന ആചാര്യന്മാരുടെ മിടുക്കുകൊണ്ട് യഥാർത്ഥ അഭിജിത്തിലായിരുന്നു മുഹൂർത്തം നടന്നിരുന്നത്. അപ്പോൾ ഇന്ന് വന്ന ആചാര്യന്മാർ ദിനമധ്യ അഭിജിത്ത് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അതായത് വയറിളക്കം ബാധിച്ച ഒരാൾക്ക് ഗുളിക കൊടുക്കാതെ കൗബീനം വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ തന്നെ മാറിക്കൊള്ളും എന്നുള്ളൊരു കണ്ടെത്തലാണത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൽ പറ്റുന്ന അബദ്ധം, ചില ദിവസങ്ങളിൽ വലിയ പ്രശ്നമില്ലാതെ രക്ഷപ്പെട്ടു. ഇത് തന്നെ ചില അബദ്ധങ്ങളിൽ, നമ്മുടെ ഒരു പ്രസിദ്ധ സിനിമാ നടി, അവരുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞു, ഏറ്റവും കൂടിയാൽ 6 മാസം, അതിനുള്ളിൽ ഡിവോഴ്സാവും. അത് 6 മാസം പോലും പോയില്ല, 3 മാസമേ പോയുള്ളൂ. അപ്പോൾ അങ്ങനെ മുഹൂർത്ത രാശിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഈ മുഹൂർത്ത രാശി എന്ന് പറയുമ്പോൾ അഷ്ടമത്തിൽ ഗ്രഹം മാത്രം ഒഴിഞ്ഞാൽ പോരാ, ഇതേപോലെ തന്നെ 12-ൽ ചന്ദ്രൻ വന്ന് നിൽക്കാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം ഒരു മുഹൂർത്തം കൊടുക്കാൻ. അതേപോലെ ചൊവ്വ 12-ൽ വന്ന് നിൽക്കാൻ പാടില്ല. ചൊവ്വ 12-ൽ നിന്നാൽ വിവാഹമാണെങ്കിൽ പുനർവിവാഹം 100% ഉറപ്പായിട്ട് നടക്കും. അതേപോലെ ഒരു ഭവനം നിർമ്മിക്കാനാണ് പോകുന്നതെങ്കിൽ
ആ ഭവന നിർമ്മാണം പൂർണ്ണമാവില്ല, വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ചില ഗ്രഹങ്ങൾ 12-ൽ നിന്നാൽ ഇങ്ങനെയുള്ള ദോഷങ്ങളുണ്ടാവും. അതായത് ചന്ദ്രൻ 12-ൽ നിന്നാൽ കഷ്ടം ദ്വാദശം അഷ്ടമഞ്ചമനയോ അനിഷ്ടാൽ വിധു എന്നാണ് പ്രമാണം. അതായത് 8-12 ഭാവം വഹിച്ച് ചന്ദ്രൻ എവിടെ നിൽക്കുന്നുവോ ആ ഭാവം അനർത്ഥമായിരിക്കും. അപ്പോൾ മുഹൂർത്തം എല്ലാം കുറിക്കുമ്പോൾ ഈ ചന്ദ്രനെ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആചാര്യനുണ്ട്. അപ്പോൾ ഇതൊന്നും നോക്കാതെ ഏതെങ്കിലും അമ്പലശാന്തിക്കാരൻ ബുക്കിൽ എഴുതി വച്ചിരിക്കുന്ന സംഭവവും ഇതുകൂടാതെ ഒരു നല്ല നക്ഷത്രവും നോക്കി, അയാൾക്ക് നല്ല നക്ഷത്രം പോലും നോക്കാനുള്ള കഴിവുണ്ടാവില്ല, കണക്ക് കൂട്ടിയിട്ട് അങ്ങ് കൊടുക്കും. ഇതിൻ്റെ പരിണിത ഫലം ആരനുഭവിക്കും? നമ്മൾ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ദമ്പതികളും അവരുടെ വീട്ടുകാരും കുടുംബമൊക്കെ അനുഭവിക്കും. അപ്പോൾ തിരുത്താൻ പോയാലും ജനം തയ്യാറാവില്ല. കാരണം എന്തായിരിക്കും? ഈ അമ്പലശാന്തി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധാരണ ലോക്കൽ ഉണ്ണാപ്പള്ളി ശാന്തിയല്ല. അതായത് ഇത്തിരി കൂടി പേരും പ്രസിദ്ധിയൊക്കെ ഉള്ള വലിയ ഗമയിലുള്ള ശാന്തി. അപ്പോൾ അവർ കൊടുക്കുമ്പോൾ അതൊക്കെ ക്ലിയർ ആയിരിക്കും. കാരണം അങ്ങനെ എല്ലാം പഠിച്ച് തികഞ്ഞ് നിൽക്കുന്നതായിരിക്കും. ഭഗവാന്റെ കടാക്ഷം ഇങ്ങനെ തലേക്കട കോരി വെച്ച് നിൽക്കുന്നതുകൊണ്ട് ഈ ശാസ്ത്രത്തെ അവഗണിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ മകൻ്റെ വിവാഹം നടക്കുകയാണ്. അപ്പോൾ ഈ വിവാഹം നടക്കുന്നത് ഇതേപോലെ ചന്ദ്രൻ 12-ൽ നിൽക്കുന്ന മുഹൂർത്തത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ആൾ പറഞ്ഞത് തൻ്റെ മകന് ഇതിലൊന്നും വിശ്വാസമില്ല, ഭാര്യയ്ക്കും വിശ്വാസമില്ല. പിന്നെ പെണ്ണിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അത് വലിയ ക്ഷേത്രത്തിലെ വലിയ ശാന്തിയാണ് കുറിച്ചത്. അപ്പോൾ നിങ്ങൾ കരുതും ഈ പെണ്ണിൻ്റെ പിതാവ് എന്ന് പറയുന്ന ആൾ ഒരു വെളിവും വെള്ളിയാഴ്ചയില്ലാത്ത സാധാരണക്കാരനെന്ന് ധരിക്കേണ്ട, അദ്ദേഹം ഒരു മിടുക്കനായ അഡ്വക്കേറ്റും കൂടിയാണ്. അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഈ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ ആൾ പോലും ഈ പിതാവ് ചെന്ന് വേവലാതിയോടുകൂടി പറഞ്ഞിട്ട് പോലും അത് മറ്റേ പുള്ളി പറഞ്ഞപ്പോൾ എല്ലാം ശരിയായെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ പരിണിത ഫലം ആരനുഭവിക്കുമെന്ന് വെച്ചാൽ കുടുംബം അനുഭവിക്കും. അപ്പോൾ അതിൻ്റെ ദൂഷ്യഫലമായിട്ട് നമുക്കും വരും ചീത്തപ്പേര്. കാരണം എന്ത് പറയും? എല്ലാ കാര്യങ്ങളും അറിയാം, പറയും, പക്ഷെ സ്വന്തം കാര്യത്തിൽ ചെയ്യില്ല എന്നുള്ളൊരു പേര് ദോഷം കൂടി കേൾപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് പറ്റുന്നതെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള, അതായത് നമ്മൾ പറയുന്ന അറിവുകളൊന്നും സാധാരണ ജ്യോത്സ്യന്മാർക്കോ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലോ ഇല്ലാതെ പോകുന്നതിൻ്റെ ബാക്കിപത്രമാണ് ജനം അനുഭവിക്കുന്നത്. അപ്പോൾ മുഹൂർത്തം എല്ലാം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 12-ൽ ചൊവ്വയോ ചന്ദ്രനോ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ദോഷ കാലഘട്ടമായിട്ട് തന്നെ കടന്നു പോവുകയുള്ളൂ. അതേപോലെ ചിലർ ധരിച്ചു വെച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ നടയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവീ ദേവക്ഷേത്രങ്ങളിൽ വിവാഹം നടത്തി കഴിഞ്ഞാൽ ഒരു ദോഷവും നമ്മളെ ബാധിക്കില്ല. അങ്ങനെയല്ല, ഒരു മൂഢവിശ്വാസമാണ്. കാരണം നമ്മൾ അറിയുക, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വെച്ചാണ്. ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നതും ഭഗവാന്റെ സന്നിധിയിൽ നടക്കുന്ന വിവാഹത്തിന് തന്നെയാണ്. അവിടെ ഭഗവാന് കാഴ്ചക്കാരൻ്റെ റോള് മാത്രമേ ഉള്ളൂ. കാരണം ഉദയരാശിനാഥനാണ് ഇതിൻ്റെ അധിപൻ. ഉദയരാശിനാഥൻ്റെ ആധിപത്യത്തിൽ, അല്ല ക്ഷേത്രദേവന് വേറെ പ്രത്യേകത ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതേപോലെ ചൊവ്വ എന്ന ഗ്രഹം 12-ൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 12-ലേക്ക് നോക്കുകയോ അങ്ങനെയുള്ള നോട്ടങ്ങൾ വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ മുഹൂർത്തം തെറ്റിപ്പോവും. അപ്പോൾ ഇതെല്ലാം ഈ കൈകാര്യം ചെയ്യുന്ന ആചാര്യന്മാർ, നമ്മൾ മുമ്പേ പറഞ്ഞു, നമ്മൾ പറയുന്ന ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങളാണ്. അപ്പോൾ ഇവരൊന്നും ഇത് കാണാത്തതുകൊണ്ട് പറ്റുന്ന അബദ്ധങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പത്രമായിട്ട് ജനം തന്നെ അനുഭവിക്കും. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുക, ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് വളരെ, അതായത് വിവാഹത്തിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഭവന നിർമ്മാണമാണെങ്കിൽ പോലും അത്ര കണ്ട് പേടിക്കേണ്ട. കാരണം പൈസയൊക്കെ ഉണ്ടെങ്കിൽ അടുത്തൊരു സ്ഥലം വാങ്ങാം, അടുത്ത ഭവനം കെട്ടാം, അടുത്തടുത്ത് അങ്ങനെ മാറിപ്പോവാം. പക്ഷേ വിവാഹം കഴിക്കുന്നത് നമ്മുടെ വെസ്റ്റേൺ കൾച്ചർ പോലെ മാറി ഒരു, അതായത് 3 പ്രാവശ്യം ഡിവോഴ്സായിട്ടുള്ള കേസൊക്കെ നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ട്. 3 പ്രാവശ്യം ഡിവോഴ്സായിട്ട് വന്നു. അത് കഴിഞ്ഞ് അവർ പൂജാപരിഹാരം നമുക്ക് വേണമെന്നും പറഞ്ഞ് ബുക്ക് ചെയ്തു. ആ ഡേറ്റ് ആയപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് പൈസ ആയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അടുത്ത വിവാഹം കുട്ടിക്ക് നടത്താൻ പോവാം. അപ്പോൾ 3 പ്രാവശ്യം വിവാഹം നടത്തിയിട്ടും അത് ഡിവോഴ്സായി. എന്നാൽ ഈ തടസ്സം തീർത്തിട്ട് വിടാമെന്നുള്ളൊരു ചിന്ത കാരണന്മാർക്കില്ല. പിന്നെ ഇതിൽ സംഭവിക്കുന്ന വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ അടുത്തൊക്കെ പൂജാപരിഹാരത്തിന് വരുമ്പോൾ 7 ദിവസം വ്രതം എടുക്കണം നമ്മൾ ചാനലിൽ പറയും. അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ മാറുമ്പോൾ 5 ദിവസം എന്ന് പറയുമ്പോൾ പാർട്ടി പറയും, സാറേ 7 എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് 5 പറ്റില്ല, അതുകൊണ്ട് 7 തന്നെ വേണമെന്ന് പറയും. പിന്നെ ചിലർക്ക് പറ്റുന്നത്, ഈ അടുത്തൊരു പൂജാപരിഹാരം ബുക്ക് ചെയ്ത പാർട്ടിക്ക് അവർക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ക്രിട്ടിക്കൽ സ്റ്റേജിലായി ഭാര്യയും മകനും. അപ്പോൾ അങ്ങനെ വരുന്ന ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞു. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ്, 48 മണിക്കൂറാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, അതിനുള്ളിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞ് ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അതായത് അവർക്ക് അതിനുള്ള യോഗം ഇല്ല എന്നുള്ള രീതിയിൽ കണക്കൂട്ടി പൊക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അവർ രക്ഷപ്പെട്ടു.
അടുത്ത മാസത്തേക്ക് നമ്മൾ നീട്ടി വെച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തൊക്കെ ഒന്ന് പ്രശ്നമൊക്കെ നോക്കി പരിഹാരത്തിനൊക്കെ ഡേറ്റ് എടുത്ത് കഴിയുമ്പോൾ പല തടസ്സങ്ങളായിരിക്കും. അതായത് 1-2 പ്രാവശ്യം അടുത്ത് മൂന്നാമത്തേനാവുമ്പോൾ പാർട്ടിക്ക് തന്നെ സ്വയം തോന്നും വേണ്ടാന്നൊരു തോന്നൽ വരും. ഇത് തന്നെ 3 പ്രാവശ്യം തടഞ്ഞൊരു കേസിന് ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം, ശരീരത്തിൽ മുഴുവൻ ക്യാൻസർ ബാധിച്ച ഒരു 3.5 വയസ്സുള്ള കുട്ടി, ഒരു മുസ്ലിം സമുദായമാണ്, മജ്ജയിൽ കയറിപ്പോയി ക്യാൻസർ. അപ്പം നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതൊക്കെ കുറച്ച് മുമ്പ് വരായിരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ചികിത്സയുടെ പിന്നാലെ മാത്രം പോയി. ഇതിപ്പോൾ ഡോക്ടർ കൈ ഒഴിഞ്ഞപ്പോൾ വരുന്നത്. നമ്മൾ പറഞ്ഞു നമുക്കങ്ങനെ രക്ഷപ്പെടുമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, നെഗറ്റീവ്സ് മാറ്റി തരാം, ബാക്കിയെല്ലാം ഭഗവാന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. അപ്പോൾ അങ്ങനെ അവർ ചെയ്യാമെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം ഇവർ വ്രതം എടുത്തപ്പോൾ കുട്ടി വീണ്ടും അഡ്മിറ്റായി. അങ്ങനെ മാറ്റി വെച്ചു. അടുത്ത പ്രാവശ്യം ചോദിച്ചപ്പോൾ ഇനി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും കുട്ടീനെ കൊണ്ടൊന്ന് വീണ്ടും അടുത്തൊരു ഡേറ്റ് എടുത്തു. ആ ഡേറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴും കുട്ടി വീണ്ടും അഡ്മിറ്റായി, അവർക്ക് വരാൻ പറ്റില്ല. 3ാമത്തെ പ്രാവശ്യമായപ്പോൾ മറ്റേ അവരുടെ മുത്തശ്ശനും കാവൽ നിന്നിട്ട് ഇവർ പാരൻസ് വരാമെന്നുള്ള രീതിയിലേക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ അന്ന് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു കുട്ടിക്ക് വീണ്ടും വളരെ സീരിയസ് ആയി. അപ്പോൾ അതാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതാ നിയോഗം, ഒരിക്കലും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ചിലർ നമ്മളുടെ അടുത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒരു തമാശ പോലെ കണക്കൂട്ടി പോകുന്ന ഒത്തിരി ആളുകളുണ്ട് ഇങ്ങനെ നോക്കിയിട്ട്. അതായത് ചിലർ പറയും ഞങ്ങൾ ഇതുവരെ എത്തിയില്ല കണ്ടില്ല എന്ന് പറയും. അപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കും ഇപ്പോൾ എത്തിയില്ലേ, എന്നിട്ട് എന്തേ തോന്നാത്തതെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും തോന്നണില്ല എന്ന് പറയും. അത് നമ്മുടെ മിസ്റ്റേക്കാണോ? അപ്പോൾ തോന്നിക്കുക എന്നുള്ളത് ബുദ്ധിയോടുകൂടി ജീവിക്കാതെ പോകുന്നതിൻ്റെ മണ്ടത്തരെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും മുഹൂർത്തം എല്ലാം കുറിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ കുറിച്ചാൽ ഇനിയുള്ള കാലം ജീവിതം സൗഭാഗ്യത്തോടുകൂടി ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. പ്രണവം പൂർണ്ണമാകുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം. സ്വാതിരുനാൾ കൊണ്ടുവന്ന റിഫോംസിൽ ഒന്നാണ് ആദ്യമായി മഹാരാജാസ് ഫ്രീ ഗവൺമെൻറ് സ്കൂൾ എന്നുള്ളത്. അത് മാറി മഹാരാജാസ് കോളേജായി. അതാണ് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ്. കേരള യൂണിവേഴ്സിറ്റി. ട്രിവാൻഡ്രത്ത് വന്നാൽ സ്വാതിരുനാളിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് മ്യൂസിയം ആൻഡ് സൂ. പിന്നെ സ്വാതിരുനാളാണ് കേരളത്തിലെ ആദ്യത്തെ ഒബ്സർവേറ്ററി ഉണ്ടാക്കിയത്. ആ ഒബ്സർവേറ്ററിയിൽ വച്ചിരുന്ന ആ എക്വിപ്മെൻറ്റ്സ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അത് ശരിക്കും അന്നത്തെ കാലത്തെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എക്വിപ്മെന്റ് ആയിരുന്നു ആ ഒബ്സർവേറ്ററിയിൽ ഉപയോഗിച്ചിരുന്നത്. അതപ്പം ഈ പിന്നെ എല്ലാ തരത്തിലും ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലും ഒരു സംഗീതജ്ഞൻ എന്നുള്ള നിലയിലും സമൂഹത്തിന് വേണ്ടി നൽകിയ സംഭാവനകളുടെ നിലയിലും എല്ലാ കാലത്തും എല്ലാവരും ഓർമ്മിക്കപ്പെടേണ്ട ഒരാളാണ് സ്വാതി തിരുനാൾ. അപ്പോൾ തിരുവനന്തപുരത്ത് ആരെങ്കിലും വരുന്നെങ്കിൽ തീർച്ചയായും സ്വാതിരുനാൾ ആദ്യമായി മാറി വന്ന കുതിരമാളിക കൊട്ടാരത്തിലും ഒക്കെ ഒരു തവണ ഒന്ന് സന്ദർശിക്കണം. അദ്ദേഹത്തിന്റെ അവിസ്മരണീയമായ അനുഭവം തന്നെയാണ്. അദ്ദേഹത്തിന്റെ സംഗീതവും. ഒരു സ്വാതി കൃതി കേൾക്കാത്ത ഒരു മലയാളി ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് മനോഹരമാണ്, അത്രയ്ക്ക് മ്യൂസിക്കലാണ് അദ്ദേഹത്തിന്റെ കൃതികളും. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സ്വാതി കൃതി ഇന്റർനെറ്റിൽ അടിച്ച് ഒന്ന് കേട്ടു നോക്കൂ. അതുപോലെ തന്നെ നമ്മൾ ഭരണാധികാരിയെ കുറിച്ചും അദ്ദേഹത്തിലെ ഒരു ഭരണാധികാരിയെ കുറിച്ചും കൂടെ പറയുകയായിരുന്നു. ഇന്ന് പലരും മാതൃകയാക്കേണ്ട ഒരാൾ കൂടിയാണ്. തീർച്ചയായും ഒരു ഓൾറൗണ്ടർ മാത്രമല്ല, ഒരു ആന്റി കറപ്ഷൻ ലീഡർ എന്നുള്ള രീതിയിലുമെല്ലാം ഇത്രയും അധികം മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒക്കെ സഹായിച്ച ശ്രീ സ്വാതിരുനാളിന് ഇന്നും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആദരാഞ്ജലികളും സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.